good morning. Welcome back to General Awareness Class. നമുക്ക് ഇന്നും കുറച്ച് പുതിയ ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻസ് പഠിക്കണ്ടേ? അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേജ് നമ്പർ 88 എടുക്കാം. പേജ് നമ്പർ 88 എടുക്കാം. പേജ് നമ്പർ 88 എന്താണുള്ളതെന്ന് അറിയാമോ? ഒന്ന് നമുക്ക് പിക്ചേഴ്സ് നോക്കിയിട്ട് ക്രോസ് വേർഡ്സും ഡൗൺ വേർഡ്സും ഒക്കെ ചെയ്യണം. ഓക്കെ, ക്രോസ് വേർഡ്സ്, ഡു ദ ക്രോസ് വേർഡ്സ് ബൈ ഐഡന്റിഫൈങ് ദ പിക്ചേഴ്സ്. നമുക്ക് ആ ക്രോസ് വേർഡ് പസിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ? ചെയ്യാം. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് പിക്ചേഴ്സ് എന്ന നമ്പർ എന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വൺ ഒരു ബാഗ് അല്ലേ? ആ പിക്ചർ ഏതാണ്? ബാഗ് ആണ് അല്ലെ? അതിന്റെ അവിടെ ഇതുണ്ട് 1 ഡൗൺ എന്ന്. അപ്പോ 1 എന്നുള്ള നമ്പറിൽ നിന്ന് താഴേക്കാണ് എഴുതേണ്ടത്. അവിടെ ബി ഓൾറെഡി ഉണ്ട്, ഏറ്റവും താഴത്തെ ജിയും ഉണ്ട്. അപ്പൊ ബാഗിന്റെ സ്പെല്ലിംഗ് എന്താ? BAG, ബാഗ്. ഏതാണ്? BAG. അപ്പൊ മിസ്സിംഗ് സ്പെൽ ഏതാണ്? എ ആണ്. അതിനൊരു കോളം അവിടെ ഉണ്ട്. അപ്പൊ ആ കോളത്തിൽ എ എന്ന് ഫില്ല് ചെയ്യുക. അപ്പൊ അതെന്ത് വായിക്കും? ബാഗ് എന്ന് വായിക്കും അല്ലെ? കറക്റ്റ്. നെക്സ്റ്റ് വൺ സെക്കൻഡ് പിക്ചർ നോക്കുക. സെക്കൻഡ് ഡൗൺ എന്ന് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഡൗൺ അവിടെ എന്താണ്? അവിടെ എന്ത് ചെയ്യാം? അതെന്താണ്? ആ പിക്ചർ എന്താണെന്ന് ആദ്യം തിരിച്ചറിയൂ. ഏതാണ് ആ ജീവി? ഏതാണ് ആ ജീവി? ഏതാണ്? അതാണ് താറാവ് അല്ലേ? താറാവിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? ഡക്ക്. ഡക്കിന്റെ സ്പെല്ലിംഗ് എന്താണ്? DUCK. ഡക്ക്. DUCK എന്താണ്? ഡക്കാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് സ്പെൽസ് തന്നിട്ടുണ്ട്. ഡിയും തന്നിട്ടുണ്ട്, കെ എന്നുണ്ട്. അതിന്റെ ഇടയിലുള്ള രണ്ടെണ്ണമല്ല മിസ്സിംഗ്. രണ്ട് കോളം അവിടെ ഫ്രീ ആയി കിടക്കുകയല്ലേ? അവിടെ ഏതാണ് ഫില്ല് ചെയ്യുക? U and C. ഏതാണ് ഫില്ല് ചെയ്യുക? U and C. അപ്പൊ U എഴുതു, അതിനുശേഷം C എഴുതു. അപ്പൊ ഡക്കായി. ഇനി അടുത്തത് നമ്മൾ അതിന്റെ ഇപ്പുറത്തുള്ള വേർഡിലോട്ട് വരികയാണ്. അവിടെ ലെഫ്റ്റിൽ തന്നിരിക്കുന്നത് അക്രോസ് ആയിട്ട് ഒരു കീന്റെ പിക്ചർ അല്ലേ? അതെന്താണ്? താക്കോലാണ്. താക്കോലിന്റെ ഇംഗ്ലീഷിൽ കീ എന്നാണ് പറയുക. കീന്റെ സ്പെല്ലിംഗ് എന്താ അറിയാമോ? KEY, കീ. എന്താണ്? KEY, കീ. അക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതാണ് അക്രോസ്. അക്രോസ് എഴുതൂ. KEY. ഓൾറെഡി കെ ഉണ്ട് അവിടെ. അപ്പൊ കെ എഴുതണ്ട, ഇയും വൈയും എഴുതൂ. എന്താണ് എഴുതുന്നത്? E and Y. ഇയും വൈയും എഴുതിക്കോളൂ. എഴുതിയോ? അപ്പൊ കീ ആയി. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് പിക്ചർ 3 അക്രോസ്. അതെന്താണ്? ഇറ്റ്സ് എ ഡോഗ് അല്ലേ? അതൊരു നായയാണ്. അതെന്താണ്? നായയാണ്. ഡോഗ് എന്നാണ് ഇതിനെ പറയുക. അക്രോസ് എഴുതാം. 3ൽ അക്രോസ്. 3 എന്നുള്ള നമ്പർ കണ്ടോ? അവിടുത്തെ ആദ്യത്തെ 2 ബോക്സ് മിക്സ്ഡ് ആണ്. ലാസ്റ്റ് ഒരു ബോക്സ് ഫിൽഡ് ആണ്. G എന്ന് ഫിൽഡ് ആണ്. ഡോഗിന്റെ സ്പെല്ലിംഗ് എന്താ? DOG. അപ്പൊ G തന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പിലുള്ള 2 ലെറ്റേഴ്സ് ഏതാണ്? ഡിയും ഓയും. അത് അവിടെ എഴുതി കൊടുക്കൂ. അടുത്തത് ഫസ്റ്റ് പിക്ചർ എന്താണത്? അക്രോസ് എന്ന് കൊടുത്തിട്ട് ഒരു ബേർഡിന്റെ പിക്ചർ അല്ലേ തന്നിരിക്കുന്നത്? പക്ഷി. ബേർഡ് എന്നല്ലേ പറയുക. ബേർഡിന്റെ സ്പെല്ലിംഗ് എന്താ? BIRD, ബേർഡ്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ബോക്സിൽ 1 തുടങ്ങി അക്രോസില് ഫസ്റ്റ് ബോക്സിൽ B ഉണ്ട്, സെക്കൻഡ് ബോക്സ് ഫിൽഡ് അല്ല, തേർഡ് ബോക്സ് ഫിൽഡ് അല്ല, ലാസ്റ്റ് ബോക്സ് D എന്നുണ്ട്. BIRD. അപ്പൊ ഏതൊക്കെ സ്പെൽസ് ആണ് മിസ്സിംഗ്? സെക്കൻഡും തേർഡും സ്പെൽസ് ആണ്. ഏതൊക്കെയാണ് സെക്കൻഡും തേർഡും സ്പെൽസ്? IR, BIR. IR അല്ലേ? IMR അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതോടെ എന്തായി? ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഒരു സോങ് പാടി നോക്കിയാലോ? റൈം പാടി നോക്കിയാലോ? പാടാം. ബിറ്റ്സ് ഓഫ് പേപ്പർ എന്നാണ് അതിന്റെ പേര് കേട്ടോ. എന്താണ്? ബിറ്റ്സ് ഓഫ് പേപ്പർ. ബിറ്റ്സ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊക്കെ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ കീറിക്കില്ലേ? അപ്പൊ അത് വരുന്ന ആ ടീർ ചെയ്ത് കിട്ടുന്ന പീസസ് ആണ് ബിറ്റ്സ് ഓഫ് പേപ്പർ. ഓക്കെ, bits of paper lying on the floor makes the place untidy. Pick them up. എന്താണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ബിറ്റ്സ് ഓഫ് പേപ്പർ ലൈയിങ് ഓൺ ദ ഫ്ലോർ. അതായത് നമ്മുടെ ഈ കഷ്ണമായിട്ടുള്ള കടലാസ് ഉണ്ടല്ലോ, കടലാസ് കഷ്ണങ്ങൾ, ഇത് നമ്മുടെ തറയിൽ കിടക്കുകയാണ്. അങ്ങനെ തറയിൽ കിടക്കുന്നത് എന്താണ്? നമ്മുടെ മേക്സ് ദ പ്ലേസ് അൺടിഡി. എന്ന് പറഞ്ഞാൽ അവിടെ വൃത്തികേടാക്കുക, ഒരു വൃത്തിയില്ലാതെ ആക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പേപ്പർ ചീർ ചെയ്തിട്ട് വെച്ചാൽ അവിടെയൊക്കെ എന്താ? വൃത്തികേടാവും. ആകെ ആ കടലാസൊക്കെ നിറയെ കിടന്ന് അത് ഭയങ്കര വൃത്തികേടാണ്. അപ്പൊ പിക്ക് ദം അപ്പ്. അതിനെന്ത് ചെയ്യണം? എടുക്കണം. എടുത്തിട്ട് എന്ത് ചെയ്യണം? എടുത്താൽ നമ്മുടെ കയ്യിൽ വെക്കണം.
അല്ല, അതിനെന്തിനാ വേസ്റ്റ് ബിന്നിൽ ഇടണം. അല്ലെങ്കിൽ അതെവിടെയാണോ നമുക്ക് ബിന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ, എവിടെയാണോ അതിനെ കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന അവിടെ കൊണ്ടുപോയി ഇടണം. അല്ലാതെ നമ്മൾ നടക്കുന്ന ഫ്ലോറിലോ കളിക്കുന്ന ഫ്ലോറിലോ ഒന്നുമല്ല എന്തിടേണ്ടത്. ഇത്തരം വേസ്റ്റ് ഉണ്ട്, ടോട്ടൽ വേസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, വേസ്റ്റ് ബിന്നിലോട്ടാണ് കൊണ്ടുപോയിടേണ്ടത്. അപ്പൊ മെയിൻലി നമ്മൾ കുട്ടികളായതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പേപ്പറാണ് മെയിൻ ആയിട്ട് ടീർ ചെയ്ത് അവിടെ ഇവിടെ ഇടുക. അപ്പൊ നിങ്ങൾ സ്കൂളിൽ വരുന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് പേപ്പർ ടീർ ചെയ്തിട്ട് മോർണിംഗും നൂണിലും ഈവനിങ്ങിലും ഒക്കെ ക്ലാസ് റൂംസ് ഫിൽ ചെയ്യും അല്ലേ, പേപ്പർ ഫിൽഡായ ക്ലാസ് റൂംസ് ആക്കി മാറ്റും. അപ്പോ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിനെ വൃത്തികേടാക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്യില്ലല്ലോ. ഇല്ല. ബൈ ബൈ.